കേരളത്തിലെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് പാർക്ക് എവിടെയാണ്? ഉത്തരം ആക്കുളം. കേരളത്തിലെ ഏറ്റവും തെക്കുള്ള നിയമസഭാ മണ്ഡലം ഏത്? ഉത്തരം പാറശാല. കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ ഏത് ജില്ലയിലാണ് ഉള്ളത്? ഉത്തരം തിരുവനന്തപുരം. മത്സ്യബന്ധനത്തിനും കശുവണ്ടി വ്യവസായത്തിനും പേരുകേട്ട ജില്ല ഏത്? ഉത്തരം കൊല്ലം. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ എവിടെയാണ് വന്നത്? 1984 കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ വന്നത്. ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് എന്ന്? 2011 ബാംഗ്ലൂരിലാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത്. ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏത്? ഉത്തരം ഇരവികുളം. തമിഴ്നാടിൻ്റെ ഔദ്യോഗിക മൃഗം ഏത്? ഉത്തരം വരയാട്. കേരളത്തിലെ ഏക നിത്യഹരിത വനം ഏത്? ഉത്തരം സൈലന്റ് വാലി. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം പാലക്കാട്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം പ്രവേശിക്കാൻ സാധിക്കുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത്? ഉത്തരം പറമ്പിക്കുളം. ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം തൃശ്ശൂർ. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് എന്ന്? 1891 ജാനുവരി 1. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? ഉത്തരം ഡോക്ടർ പൽപ്പു. മലയാളി മെമ്മോറിയലിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ ആര്? ഉത്തരം CV രാമൻപിള്ള. കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം. ആറ്റത്തിലെ ന്യൂക്ലിയസിനുള്ളിലെ മൗലിക കണങ്ങൾ ഏവ? ഉത്തരം പ്രോട്ടോണും ന്യൂട്രോണും. വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക സംഖ്യയും ഉള്ള ആറ്റങ്ങൾക്ക് പറയുന്നത് എന്ത്? ഉത്തരം ഐസോട്ടോപ്പ്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഏത്? ഉത്തരം പ്രോട്ടോൺ. കേരളത്തിലെ ആദ്യത്തെ പത്രം ഏത്? ഉത്തരം രാജ്യസമാചാരം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം എവിടെ? ഉത്തരം തട്ടേക്കാട്. കേരളത്തിലെ ആദ്യത്തെ കാഴ്ചാ ബംഗ്ലാവ് എവിടെ? ഉത്തരം തിരുവനന്തപുരം കാഴ്ചാ ബംഗ്ലാവ്. കേരളത്തിലെ ആദ്യത്തെ വിമാന സർവീസ് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം മുംബൈ. കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ എവിടെയാണ്? ഉത്തരം മട്ടാഞ്ചേരി. കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് എവിടെയാണ്? ഉത്തരം ഓമന കുഞ്ഞമ്മ.